Hi guys, welcome to a new video. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ബാങ്കിങ് സീരീസിന്റെ ബാക്കി വീഡിയോസ് ആണ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ചെയ്തത് 15 to 16 വരെയായിരുന്നു. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 16 to 17 ആണ്. എന്താണ് ബാങ്കിങ് സീരീസിന്റെ 16 to 17 ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. 16 to 17 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ, the credential for the next level can be retrieved by submitting the password of the current level to a port on localhost in range 31,000 to 32,000. First, find out which of these ports have a serverless on them. Then find out which of those speak SSL or TLS and which don't. There is only one server that will give the next credentials. The others will simply send back to you whatever you send to it. So the last line അപ്പോൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക. The others will simply send back to you whatever you send it to you. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഞാൻ പറയുന്നത് മനസ്സിലാവും. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് 31,000 to 32,000 ഉള്ള റേഞ്ചിൽ ഏത് ആണ് സെർവർ പോർട്ടുള്ളത്, ഏതാണ് ഡിസ്ട്രിക്ട് പോർട്ടുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഏതിനാണ് SSL ആൻഡ് TLS സർവീസ് ഉണ്ടാകുന്നത് കണ്ടുപിടിക്കണം. സോ നമുക്ക് ആദ്യം കണക്ട് ചെയ്യാം. സോ മാനി ഡോട്ട് ഓൾറെഡി അടിച്ചിട്ടുണ്ട്. സോ പിന്നെ നമ്മൾ പാസ്വേഡ് ഞാൻ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. പാസ്വേഡ് കോപ്പി പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഓക്കെ, ജസ്റ്റ് ഞാൻ പാസ്വേഡ് ഒന്നും കൂടെ കോപ്പി ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് പാസ്വേഡ് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഫയൽ ഉണ്ടോ? നോ ഫയൽസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് Nmap യൂസ് ചെയ്ത് നമുക്ക് സ്കാൻ ചെയ്യാം. സോ Nmapൽ ഞാൻ ഇവിടെ സ്കാൻ ചെയ്യാൻ പോകുന്നത് സർവീസ് മെഷീൻ ഡിറ്റക്ഷൻ ആണ്. -SC ക്യാപിറ്റൽ V -P ലൈക്ക് SC കഴിഞ്ഞ് നമ്മൾ ലോക്കൽ ഹോസ്റ്റ് നോക്കുന്നു. കാരണം നമുക്ക് ലോക്കൽ ഹോസ്റ്റിലാണ് സ്കാൻ ചെയ്യേണ്ടത്. ദെൻ പോർട്ട് റേഞ്ച് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു 31,000 to 32,000. നമുക്കൊന്നൊരു സ്കാൻ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം സ്കാൻ റിസൾട്ട് എങ്ങനെ വരുമെന്ന്. സോ ഗൈസ്, നമുക്ക് Nmap റിസൾട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ കുറച്ച് പോർട്സ് കാണാം. ഏകദേശം 5 പോർട്സ് ആണ് ഓപ്പൺ ചെയ്തത്. സോ അതിൽ SSL എന്ന് പറയുമ്പോൾ 2 പോർട്സ് പറയുന്നുണ്ട്. 31518 ആൻഡ് 31790. സോ ഇത് 2 SSL ആണ്. ഇതിൽ എക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഞാൻ നിങ്ങളോട് ഓർക്കാൻ പറഞ്ഞ ലാസ്റ്റ് ലൈൻ ഉണ്ട്. ലാസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെന്നെ റിപ്ലിക്കേറ്റ് ചെയ്യും, തിരിച്ച് നമുക്ക് തരുമെന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. സോ എക്കോ ഈസ് ലൈക്ക് ദാറ്റ്. നമ്മളിപ്പോൾ എന്തെങ്കിലും കൊടുത്താൽ അത് തന്നെ റിപ്പീറ്റ് സോറി. സോ എക്കോ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതന്നെ നമുക്ക് തിരിച്ചു തരുന്നത് സംഭവമാണ്. ഡിഫറെൻറ്റ് യൂസസ് അത് ലൈക്ക് ദാറ്റ്. അപ്പം നമുക്ക് അതെല്ലാം മനസ്സിലാക്കാം. അപ്പം 31790 ആയിരിക്കും. സോ അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന OpenSSL s_client connect then localhost. നമ്മൾ പോർട്ട് നമ്പർ കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് പലർക്കും വരുന്നത് ഇങ്ങനെ കീ അപ്ഡേറ്റ്. ഇതിനെ നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ, ഇത് ആവശ്യമുള്ളതല്ല സാധനങ്ങളാണ്. സോ ഇതിനെ ബൈപ്പാസ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് ലാസ്റ്റ് -set എന്ന് പറഞ്ഞിട്ട് സംഭവമാണ്. സോ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മാത്രമേ ഒരു കാണിക്കുള്ളൂ, ആവശ്യമില്ലാത്തതിൽ അവർ ഹൈഡ് ചെയ്യും. ദെൻ പാസ്വേഡ് കൊടുക്കുന്നു. ദെൻ പാസ്വേഡ് കൊടുത്തപ്പോൾ എനിക്കൊരു ആസ് എ പ്രൈവറ്റ് കീ കിട്ടി. സോ ഞാനത് കോപ്പി ചെയ്യുന്നു. ദെൻ ഐ മേക്ക് എ ടെമ്പററി ഡയറക്ടറി. നമുക്ക് ടെമ്പ് ഡയറക്ടറി ഉണ്ടാക്കാം. സോ ടെമ്പ് ഡയറക്ടറി ഉണ്ടാക്കിയിട്ട് cd അങ്ങനെ ഡയറക്ടറി ഇല്ലെന്ന് പറയുന്നത് ഓട്ടോമെന്റ്.
അങ്ങനെ ഡയറക്ടർ ഇല്ലെന്ന് പറയുന്നത്. സോ എന്ത് ചെയ്യണം? ഓക്കെ, നമുക്കൊരു പുതിയ ഡയറക്ടർ ഉണ്ടാക്കാം. ഇപ്പൊ നമുക്ക് ഒന്നും ട്രൈ ചെയ്ത് നോക്കിയാലോ, കിട്ടുമോ? കോപ്പി ചെയ്ത വിഷയമാണല്ലോ. ഓക്കെ, ഇല്ല. സോ ഞാനിവിടെ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, എഡിറ്റ് ചെയ്യാം. സോ ബാൻഡിറ്റ് 16. എനിക്ക് വന്നില്ല. ഓക്കെ, ഫയൽ സിസ്റ്റമാണ്. നമുക്ക് പേര് കൊടുക്കാം. ഓക്കെ, ലെറ്റ്സ് ഡു ലൈക്ക് ദിസ്. 16. ഓക്കെ, ഓക്കെ, നമുക്ക് ഇവിടെ നമുക്കൊരു ഫയൽ കോപ്പ് ഉണ്ടാക്കാം. നമുക്കിവിടെ ബാൻഡ് ഉണ്ടാക്കാം. സിസ്റ്റം കീന്ന് തന്നെ ഇരുന്നോട്ടെ, ഡോട്ട് കീന്നില്ല. കാരണം നമ്മൾ ഈ പ്രൈവറ്റ് കീ യൂസ് ചെയ്ത് നമുക്കൊരു ഫോൾഡർ ഫയലാണ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കറക്റ്റ് കോപ്പി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ കോപ്പി ചെയ്തു. ഫയൽ അവിടെ ഉണ്ട്. സോ ഫയലിന് പെർമിഷൻ ഉണ്ടെങ്കിൽ നോക്കാം നമുക്ക്. കാരണം എന്തായാലും ഫയൽ പെർമിഷൻ എന്തായാലും അത് ചെക്ക് ചെയ്യും. ഓക്കെ, നമുക്ക് ഈ പെർമിഷൻ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും നോക്കാം. സെർച്ച് മൈസൈൻ എന്ന് വെച്ചാൽ നമുക്കൊരു കീ ഉള്ളതുകൊണ്ട് ആ കീ ഫയൽ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. പിന്നെ ബാൻഡിറ്റ് നമുക്ക് എങ്ങോട്ടാണ് ലോഗിൻ ചെയ്യുന്നത്? ബാൻഡിറ്റ് 7ലേക്കാണ് ലോഗിൻ ചെയ്യേണ്ടത് ഗൈസ്. ബാൻഡിറ്റ് ബാൻഡിറ്റ് 7. ഓക്കെ ഗൈസ്, നമുക്ക് അങ്ങോട്ട് ലോഗിൻ ചെയ്യേണ്ടത് ബാൻഡിറ്റ് 7ലേക്കാണ്. സോ ബാൻഡിറ്റ് 7 നെറ്റ് ലോക്കൽ ഹോസ്റ്റ് നോക്കാം. ബ്രോസ്റ്റ് പോർട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്യണം. വെയിറ്റ് വൈ എന്താണ് പറയുന്നത് നോക്കട്ടെ. The authentication of the host can be established. The key are showing on continuous. Permission denied. You are trying to log into SSL password. So ഇങ്ങനത്തെ സമയത്ത് ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയാണെങ്കിൽ പലർക്കും വന്നുകൊണ്ടിരിക്കുക. ഒരു പുതിയ ടെർമിനൽ എടുക്കുന്നു. ഓൾറെഡി നമ്മുടെ കീ അവിടെയാണ്. സോ നമ്മൾ ബാൻഡ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് അതിനകത്തേക്ക് പേസ്റ്റ് ചെയ്യുന്നു. കീ നമ്മൾ സേവ് ചെയ്തു. ഓക്കെ, ഓക്കെ. സോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ കീ വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും നോക്കാം. SSH മനസ്സിലായി. സോ ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്തു. സോ എന്താ പറയുന്നത്, അൺപ്രൊട്ടക്റ്റഡ് പ്രൈവറ്റ് കീ ഫയൽ പെർമിഷൻസ് 064 to open. സോ നമുക്ക് എന്ത് പെർമിഷൻ വേണം? ഞാൻ പെർമിഷൻ ചേഞ്ച് ചെയ്യാം. സോ എന്തായാലും പാസ്വേഡ് അറിയില്ല, പാസ്വേഡാണ് കണ്ടുപിടിക്കുന്നത്. chmod 664 നോക്കാം. സോ എന്തിനാണ് ഞാൻ 664 കൊടുത്തത്? ഇവിടെ 664 കൊടുത്തതേ ഉള്ളൂ. സോ അത് നിങ്ങൾക്ക് എന്ത് വേണം നോക്കാം. സോ പെർമിഷൻ ടു ഓപ്പൺ ആണ്, നമ്മൾ കുറച്ചും കൂടെ കുറയ്ക്കാനേ ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ നേരത്തെ പെർമിഷൻ നോക്കിയപ്പം റീഡ് ആൻഡ് റൈറ്റ് ടു ഓണർ ഗ്രൂപ്പ് ആൻഡ് അതേഴ്സിന് റീഡ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ ഒരു പെർമിഷൻ കൊടുത്ത് നോക്കാം. ആൻഡ് ചെയ്യാം, അങ്ങനെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ടു ഓപ്പൺ അഗെയിൻ. ഞാൻ 600 ആകുന്നു.
യെസ് വി ലോഗ്ഡ് ഇൻ. സോ ഇനി നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാനിൽ ഡിഫോൾട്ടായിട്ട് പാസ്വേഡ് ചെയ്ത് സേവ് ചെയ്തിരിക്കുന്ന ഒരു പ്ലേസ് ഉണ്ട്. സോ നമുക്ക് അങ്ങോട്ട് പോകാം. സോ ഐ തിങ്ക് cd etc bandit pass is bandit pass passing bandit pass എന്നാണുള്ളത്. സോ bandit pass ഉണ്ട്. സോ cat നമുക്ക് ഏതാണുള്ളത് bandit 17 പാസ്വേഡ് cat bandit 17. സോ ഹിയർ ഇതാണ് പാസ്വേഡ്. നമ്മൾ കോപ്പി ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. സോ അടുത്ത വീഡിയോ കാണാം. സോ അതുവരേക്കും ബൈ ബൈ ഗൈസ്.